പ്രമേഹ രോഗികൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ചില മെഡിസിൻസ് ഷുഗർ കുറക്കുന്നതിലേറെ ഉപരി വേറെ ഒരുപാട് ഗുണങ്ങളുള്ള ചില മെഡിസിൻസ് ഉണ്ട്. അതായത് ചില ആളുകൾക്ക് ഇപ്പോൾ ഷുഗറൊക്കെ നോർമൽ ആണെങ്കിൽ കൂടി ആ ഒരു മെഡിസിൻസ് ഭൂരിഭാഗം ഡോക്ടേഴ്സും എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കാറ്റഗറി മെഡിസിൻസിൽ വരുന്ന ഒരു മെഡിസിനാണ് നമ്മൾ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഡാപ്പാഗ്ലിഫ്ലോസിൻ അല്ലെങ്കിൽ എംപാഗ്ലിഫ്ലോസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ്. അപ്പോൾ ഈ മെഡിസിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പ്രമേഹ രോഗി ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഷുഗർ നിങ്ങളെ യൂറിനിലൂടെ പുറത്തോട്ട് കളയുന്നതാണ് ഈ ഒരു മെഡിസിനിൻ്റെ ജോലി. അപ്പോൾ മൂത്രത്തിലൂടെ ഷുഗർ കളയുന്നതിന് പുറമെ ഈ മെഡിസിൻസിന് വേറെ ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഹൃദയത്തിൻ്റെ, അതായത് കാർഡിയക് ഹെൽത്തിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് പ്രോട്ടീൻ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ ലീക്കേജിനെ അത് കൺട്രോൾ ചെയ്യാനും അതുവഴി നിങ്ങളെ കിഡ്നി ഡാമേജിനെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു മെഡിസിന് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഷുഗറിന് ഇപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 2 മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. ആ ഒരു മെഡിസിൻ്റെ കൂടെ തന്നെ ഈ ഒരു മെഡിസിനും ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഷുഗർ നോർമലായിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു മെഡിസിൻ കൂടെ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. അതായത് നിങ്ങളെ കിഡ്നിയിലെ പ്രോട്ടീൻ ലീക്കിനെ കുറക്കാനും നിങ്ങളെ ഷുഗർ കാരണം കിഡ്നിക്ക് വരുന്ന ഡാമേജിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിസിൻ കൂടെ നിങ്ങളെ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കുക.